പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുമ സെബാസ്റ്റ്യൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, തോമാപുരം ഇടവക. ഞാൻ 2020 ഫെബ്രുവരി 13 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 3ാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാനുള്ള ഒരു ഭാഗ്യം പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് നൽകുന്നത്. അതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും 1000 നന്ദി. എൻ്റെ മകൻ +2 കഴിഞ്ഞിട്ട് 2 വർഷമായി. അവന് വിദേശത്ത് പോയി BDS പഠിക്കണം എന്നുള്ള ഒരാഗ്രഹവുമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ IELTS ഇടയ്ക്ക് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അങ്ങനെ IELTS സ്കോറൊക്കെ ലഭിച്ചു, 8 സ്കോറൊക്കെ കിട്ടി. പക്ഷേ അച്ഛൻ്റെ അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നോർത്ത് വന്നു. വിദേശത്ത് പോയി BDS പഠിക്കണമെങ്കിൽ നല്ലൊരു തുകയാകുന്നത് കൊണ്ട് ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ മോനെ നേഴ്സിംഗ് എടുക്കണം, വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്നും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ മോൻ നേഴ്സിംഗ് അല്ല എടുക്കേണ്ടത്, BDS എടുത്ത് വിദേശത്ത് പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് ഫീസ് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, മാതാവ് നല്ലൊരു രാജ്യവും യൂണിവേഴ്സിറ്റിയൊക്കെ കാണിച്ചു തരും, നിങ്ങൾക്ക് പറ്റിയൊരു ഫീസ് മാതാവ് തന്നെ കാണിച്ച് കൊണ്ടുതരും, നിങ്ങളൊന്നും പേടിക്കണ്ട, മാതാവിനെ ഞാൻ ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഒരു യൂണിവേഴ്സിറ്റിയിലെ ഫീസ് 36 ലക്ഷത്തിൻ്റെ ഒരു ഫീസ്. പക്ഷേ ഞങ്ങളോർത്ത് അതായിരിക്കും മാതാവ് കാണിച്ചതെന്നോർത്ത് ഞങ്ങളതുമായിട്ട് മുമ്പോട്ട് പോയി. അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ അച്ഛൻ പറയാണ് ഇതല്ല മാതാവ് കാണിച്ചു തരുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതുപോലെ മോൻ നിൻ്റെ കൂടെ വന്ന് കൂടുതലായിട്ട് ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നടത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. കാരണം 2 വർഷമായിട്ട് അവൻ വീട്ടിൽ നിൽക്കുകയാണ്, കൂടെയുള്ള പിള്ളേരൊക്കെ പഠിച്ചു, ഡിഗ്രി 2nd ഇയറായി, എൻ്റെ മോന് മാത്രം ഒന്നും ആകുന്നില്ല. അപ്പം ഒത്തിരി സങ്കടമായിരുന്നു അവന് പുറത്തിറങ്ങാനൊക്കെ. അവൻ ഒത്തിരി അധികം വിഷമിച്ചു. പക്ഷെ എൻ്റെ കൂടെ എല്ലാത്തിനും അവൻ വരുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജോർജിയ എന്ന് പറഞ്ഞ ഒരു രാജ്യവും ഒരു 18 ലക്ഷം ഫീസ് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയും മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പം ഞങ്ങൾക്ക് തോന്നി ഇത് തന്നെയാണ് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടു തന്നിരിക്കുന്നതെന്ന് ഓർത്ത് ഞങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ അവസാന നിമിഷമാണ് അറിയുന്നത് അതിന് നീറ്റ് വേണമെന്ന്. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുമില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അന്ന് രാത്രിയിൽ ഒത്തിരി മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. അന്ന് രാത്രിയിൽ ഞാൻ ജോസഫച്ചൻ്റെ സ്വപ്നം കണ്ടു. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുകയാണ്, അച്ഛൻ എൻ്റെ മോന് ഒന്നും ആയിട്ടില്ല, ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ മുട്ടി നിൽക്ക്, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ഫ്രണ്ട് വഴി ഇവൻ പോകുമെന്ന് കാണുന്നുണ്ടല്ലോ, ഇവൻ ജോർജിയയിൽ പോയി BDS പഠിക്കും, അത് ഒരു ഫ്രണ്ട് വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ഫ്രണ്ടിനെ അറിയില്ല അച്ഛാ, എനിക്കങ്ങനെ ആരും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക, അവൻ ആ ഫ്രണ്ട് വഴി തന്നെ പോകുമെന്ന് പറഞ്ഞു. ഞാനൊരു 3 ദിവസം കഴിഞ്ഞപ്പം എനിക്കറിയാത്ത ഒരു വ്യക്തി, അവർ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ മോനെയാണ് വിളിക്കുന്നത്. അപ്പം അവരുടെ മകൻ MBBS ജോർജിയയിൽ പഠിക്കുകയാണ്, ഇവനെ ഒന്ന് പരിചയപ്പെടാനാണ് അവർ ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ ഇവനോട് ചോദിച്ചു നീ BDS പഠിക്കാൻ ജോർജിയയിൽ പോവുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ബ്ലോക്കായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നീ വിഷമിക്കേണ്ട, എൻ്റെ ഒരു കസിൻ ഒരു ഏജൻസി നടത്തുന്നുണ്ട്, അവർ വഴി ഞാൻ നിന്നെ വിടാം, അതുപോലെ വിസയുടെ പൈസ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ വരും. അവർ പറഞ്ഞു ആ പൈസ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നെ ഇങ്ങനെ നോക്കി, ഇതാരാന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഫോൺ തരാൻ പറഞ്ഞു, എന്നോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞു എൻ്റെ കസിൻ വഴി ഞാൻ നിങ്ങളുടെ മോനെ കൊണ്ടുപോയിക്കോളാം, അതുപോലെ വിസയുടെ 2 ലക്ഷം രൂപ അത് ഞാൻ മുടക്കിക്കോളാം എന്ന് പറഞ്ഞു. എനിക്കപ്പോൾ ആകെ പേടി തോന്നി. എന്നെ അറിയില്ലാത്തൊരു വ്യക്തി എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മനസ്സിൽ ശക്തമായ ഒരു പ്രേരണ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെന്ന്. അങ്ങനെ എൻ്റെ പേര് അവർ ചോദിച്ചു. കാരണം എൻ്റെ കസിൻ ചോദിക്കുമ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ പേരറിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പം എൻ്റെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ വഴി എൻ്റെ മകൻ ജോർജിയയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ മുഴുവനും അവർ ചെയ്തു. അതിനുശേഷം അവൻ്റെ മെഡിക്കലിൻ്റെ സമയമായപ്പം മെഡിക്കൽ എടുത്തു. പക്ഷേ മെഡിക്കലിൽ മുഴുവനും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. അതായത് മെഡിക്കൽ റിപ്പോർട്ടിൽ ഇവൻ്റെ ചെസ്റ്റിന് കംപ്ലൈൻറ്റ്, ഇൻഫെക്ഷനായിരുന്നു, അതുപോലെ ബിൽറൂബിൻ കൂടുതലായിരുന്നു. അപ്പം വീണ്ടും പരീക്ഷണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ കൊച്ചിന് ഭയങ്കര സങ്കടം. പക്ഷേ എനിക്ക് അറിയായിരുന്നു മാതാവ് ഇതിലിടപെട്ടത് കൊണ്ട് ബാക്കി എന്തായാലും മാതാവ് നോക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ധൈര്യമായിരുന്നോ, വിശ്വാസ പ്രമാണം ചെല്ല്, ഏശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ വചനം ഞാൻ പറഞ്ഞു നീ ആവർത്തിച്ച് ചൊല്ല്. അങ്ങനെ അവനും ഞങ്ങളും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. രാവിലെ അവൻ റിപ്പോർട്ട് മേടിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം അവൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഒരു നേഴ്സ് അവൻ ജീവിതത്തിൽ ആദ്യം കാണുവാണ്. ആ സ്ത്രീ വന്നിട്ട് ഇവനോട് ചോദിച്ചു നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞാനിങ്ങനെ പഠിക്കാൻ പോവുകയെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ആ റിപ്പോർട്ട് അകത്ത് പോയി എടുത്തിട്ട് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഡോക്ടറോട് പറഞ്ഞു ഈ കുട്ടിയുടെ റിപ്പോർട്ട് ഓക്കെയാണ്, അടിയിലൊരു സൈൻ ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സൈൻ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എൻ്റെ മകൻ ജോർജിയയിൽ BDS പഠിക്കുന്നു, അത് ഏറ്റവും നന്നായി പഠിക്കുന്നു. ഇപ്പോൾ അവൻ്റെ എക്സാം കഴിഞ്ഞു, അവനെല്ലാത്തിനും നല്ല മാർക്കാണ്. സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എൻ്റെ മോൻ. അവൻ ഇംഗ്ലീഷ് അറിയില്ലാത്തത് കൊണ്ട് ടീച്ചർ പറഞ്ഞു അവനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മലയാളം മീഡിയത്തിലേക്ക് മാറ്റാൻ പറഞ്ഞു. അത്രത്തോളം പഠിക്കാനായിട്ട് അവന് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ജോർജിയയിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള കുട്ടി എന്നുള്ളൊരു ഇതാണ് അവന് കൊടുത്തേക്കുന്ന അവിടുത്തെ പ്രൊഫസേഴ്സ്. കാരണം പല രാജ്യത്തു നിന്ന് വന്ന കുട്ടികളുണ്ട്, അവരെക്കാട്ടിലുമൊക്കെ സ്കോർ ചെയ്ത് എല്ലാ കാര്യത്തിലും ഏറ്റവും മിടുക്കനാക്കി അമ്മ മാതാവ് എൻ്റെ കൊച്ചിനെ മുമ്പിൽ നിർത്തി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇതുകൂടാതെ എൻ്റെ പപ്പയുടെ പുറത്ത് ഒരു മുഴയുണ്ടായിരുന്നു, ഒരു 6 മാസമായിട്ടുള്ള മുഴയാണ്. അത് പിന്നീട് വളർന്ന് പുറം മുഴുവനുമായി. അപ്പം പപ്പയ്ക്കത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് തൈലവും കൊണ്ട് പപ്പയുടെ പുറത്ത് കൊണ്ടേ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം തൊട്ട് ആ മുഴ പതുക്കെ ചൊങ്ങാനായിട്ട് തുടങ്ങി. എങ്കിലും പിന്നീട് പപ്പയും അമ്മയും കൂടെ ലൈറ്റ് ക്യാൻഡി പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പം എൻ്റെ പപ്പയുടെ പുറത്തെ മുഴ ഒരു ഓപ്പറേഷനും കൂടാതെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടതായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.